കച്ചവടമില്ല, നമുക്കധികം സമ്പാദ്യമൊന്നുമില്ല. നമ്മൾ വാടകയ്ക്കാണ് ആവശ്യമുണ്ട്. അപ്പോൾ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ഒരാളുടെ കൂടെ ലാസ്റ്റ് സമയത്ത് ഒരാളുടെ കൂടെ ആയിരുന്നു വാടകയ്ക്ക് ആവശ്യമുണ്ട്. അയാളൊരു റൂം വന്നായിരുന്നു. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ ഇതിനും കൊണ്ടായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു, മാറിത്തരാമെന്ന് പറഞ്ഞു. വീട്ടുജോലി ചെയ്താണ് മക്കളെ വളർത്തിയിരുന്നത്. അവരെ കാര്യങ്ങളെല്ലാം എൻ്റെ ഇതിലാണ്, വേറെ ആരും സഹായിക്കാനൊന്നുമില്ല. ഇപ്പോൾ രണ്ടാമത് ശസ്ത്രക്രിയ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. മക്കളെ പഠിത്തത്തിന് ആവശ്യത്തിനും വേറെ ആരും സഹായിക്കാനില്ല. ഈ ഓപ്പറേഷനും കൂടെ കഴിഞ്ഞാൽ എനിക്കൊരു ജോലിക്ക് പോയി എൻ്റെ മക്കളെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. ഒന്നാമത് തന്നെ സ്കൂളില്ല, എല്ലാവർക്കും മേടിക്കണമെന്നുണ്ട് കുട. പക്ഷേ ഓൺലൈനായിട്ട് ബിസിനസ്സായിട്ട് നമ്മൾ ചെറുകിട ഇതായതുകൊണ്ട് നമ്മളെ വിശ്വാസം കുറവാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോവിഡിനേക്കാൾ ദുരിതം വിതച്ചത് ലോക്ക്ഡൌൺ ആണെന്ന് ഒരു ഹൈക്കോടതി അഭിപ്രായപ്പെട്ട നാടാണ്. അത് മഹാമാരിയുടെ ആദ്യ വരവിലായിരുന്നെങ്കിൽ രണ്ടാം വരവ് കടുത്തപ്പോൾ, ജീവിതത്തിന് പൂട്ട് വീണപ്പോൾ കൊടും ദുരിതത്തിലായ ചിലരുടെ വാക്കുകളാണ് തുടക്കത്തിൽ കേട്ടത്. സംസ്ഥാനത്തെ അതിതീവ്ര വ്യാപനകാലം കഴിഞ്ഞു എങ്കിൽ ഈ അടച്ചുപൂട്ടൽ ഇങ്ങനെ ഇനിയും തുടരണോ? തുറന്നുകൊടുത്താൽ വീണ്ടും കൈവിട്ടു പോകുമോ സംസ്ഥാനത്തെ സ്ഥിതി? നമുക്ക് ജീവനും ജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ ഇനി എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടത്? പ്രേക്ഷകർക്കും തത്സമയം സോഷ്യൽ മീഡിയയിലൂടെ പങ്കെടുക്കാം. സ്വാഗതം പ്രൈം ഡിബേറ്റ്. പ്രൈം ഡിബേറ്റിൽ നമുക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ, ഒപ്പം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ, കോവിഡ് കർമ്മസമിതി അംഗം കൂടിയായ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ഫസൽ ഗഫൂർ, മാധ്യമപ്രവർത്തകൻ ശ്രീജൻ ബാലകൃഷ്ണൻ എന്നിവർ ചേരുന്നു. ആദ്യം ഇവരിലേക്കൊന്നുമല്ല, വോയിസ് ഓഫ് ഡിസേബിളിന്റെ ഭാരവാഹി കൂടിയായ അഷ്റഫ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യത്തെ ഒരു അല്പം സമയം അഷ്റഫിലേക്കാണ് ആദ്യം പോകുന്നത്. അഷ്റഫിനെ പരിചയപ്പെടുത്തേണ്ടത് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. വീണ് പരിക്കേറ്റ ശേഷം കിടപ്പ് രോഗിയായി മാറി. അതിനുശേഷം കുടകൾ നിർമ്മിച്ചുകൊണ്ട് സ്കൂളുകളിലേക്കടക്കം കൊടുത്ത് വിൽക്കുന്ന ഉപജീവന മാർഗം കണ്ടെത്തുകയായിരുന്നു അഷ്റഫ്. ലോക്ക്ഡൌൺ കാരണം അതും മുടങ്ങിയിരിക്കുന്നു. ആ വാർത്ത ന്യൂസ് 18 നേരത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. അഷ്റഫിലേക്ക് ആദ്യം പോയ ശേഷം ഞാൻ പാനലിസ്റ്റുകളിലേക്ക് വരാം. കോഴിക്കോട് നിന്ന് അഷ്റഫ് നമുക്കൊപ്പം. അഷ്റഫ്, ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് സർക്കാർ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് എന്നാണ് പറയുന്നത്. കിറ്റുകളടക്കമുള്ള സഹായങ്ങൾ എത്തിച്ചു തരുന്നു. പക്ഷേ അപ്പോഴും ജീവിതം പൂർണ്ണമായി വഴിമുട്ടിയ അവസ്ഥയിലാണെന്നുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് വരികയാണ്. അതിലൊന്നാണ് അഷ്റഫിൻ്റേത്. ഏത് രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കേൾക്കാമല്ലോ അഷ്റഫ്? കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏത് രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചത് പ്രധാനമായും, അതായത് കിട്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ പല രീതിയിൽ നിന്ന് സർക്കാർ വൃത്തങ്ങളിൽ നിന്നെല്ലാം ആ രീതിയിലെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോഴും ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു വർഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹകരമായി തന്നെയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു ആയിരക്കണക്കിന്, കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 15 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട് സർവേ. പക്ഷേ അതിൽ 1000-ഓളം ഭിന്നശേഷിക്കാർ ഇന്ന് സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട്, സ്വയം തൊഴിൽ ചെയ്യുന്ന ഇതാവുന്നുണ്ട്. അവരെ ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന ഈ 2 വർഷമായിട്ട് സീസണിൽ അതൊന്നും നടക്കാതെ വരികയാണ്. സ്വയം തൊഴിൽ നടക്കുന്നുണ്ടെങ്കിലും അത് ഒരു മാർക്കറ്റിംഗ് മാർഗം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്നത് വളരെ ദുഃഖകരമാണ്. സർക്കാർ പറയുന്ന കിറ്റ് തരുന്നുണ്ട്, എൻ്റെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ സർക്കാർ ജോലിക്കാർക്കും എല്ലാവർക്കും ഈ കിറ്റ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഈ ഭിന്നശേഷിക്കാർക്ക്. അപ്പം ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് സർക്കാരിൽ നിന്നുള്ള 1600 രൂപ പെൻഷൻ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ ഈ ഭിന്നശേഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് സർക്കാർ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്.
കഴിഞ്ഞ 2 വർഷമായിട്ട് ഏത് രീതിയിലാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഈ കുടകൾ ഉണ്ടാക്കുന്നത് അത് പൂർണ്ണമായും ആ വിൽപ്പന എല്ലാം അവസാനിച്ചിരിക്കുകയാണോ? ആ വിൽപ്പന ഇപ്പോൾ അവസാനിച്ച് നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നു പറഞ്ഞാൽ നാട്ടിലുള്ള സഹായങ്ങൾ, നാട്ടിലുള്ള ആളുകൾ ഉള്ള സഹായങ്ങളോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള സഹായങ്ങളല്ലാതെ വേറൊരു ഇതില്ല. നമുക്ക് കിട്ടുന്ന ഈ പെൻഷൻ ആണ് വേറെ ഉള്ള മാർഗം. വേറെ ഒരു മാർഗവും നമുക്ക് ഇല്ല ജീവിതത്തിന്. അത് തന്നെയാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഭിന്നശേഷിക്കാരും. അതോ നിർമ്മിച്ചത് ഇപ്പൊ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പൊ കുട നിർമ്മാണം വല്ലതും അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ കുട ഞാൻ നിർമ്മിച്ചു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോളൂ. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ലോക്ക്ഡൌണിന് മുമ്പ് നിർമ്മിച്ചത് ഇവിടെ ഇതായി നിൽക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ് സാധനങ്ങൾ. ഇപ്പോൾ ആരും പുറത്തിറങ്ങാത്തത് കാരണം നമ്മളിപ്പോൾ കുടകളൊന്നും ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്നില്ല. അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇപ്പം ഉള്ളത്. എത്ര രൂപ ചെലവാക്കിയിരുന്നു അതിനെല്ലാം കൂടെ വേണ്ടി? എത്ര രൂപയാണ് മുതൽ മുടക്കി? അങ്ങനെയാണ് മുമ്പോട്ട്. ഇപ്പം ഞാൻ 1.5 ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വിറ്റുപോയിട്ടില്ല. അത് മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടാണ് ഈ പ്രാവശ്യം ചെയ്തത്. അല്ല, അത് മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. ഈ സ്കൂളുകൾ വഴിയുമൊക്കെ ആണല്ലോ വിറ്റ് പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളുകളെല്ലാം അടച്ചിടുന്നു. മറ്റേതെങ്കിലും രീതിയിലേക്ക് ഇത് വിറ്റുപോകാനുള്ള വഴികളുമില്ല. അതെല്ലാം പരിശോധിച്ചിരുന്നു. അത്തരം വഴികളില്ല എന്ന് തന്നെയാണ് അഷ്റഫ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ അത്ര വഴികളൊന്നുമില്ല. അത്ര ഇതിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഈ ന്യൂസ് 18 ഇതിൽ കൂടി വന്ന ഇതും അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധ സിനിമാ നടി സുരഭി ലക്ഷ്മിൻ്റെ ഒരു വീഡിയോ എല്ലാം കണ്ടിട്ട് പലരും കുറേ കുടകൾ വാങ്ങിയിരുന്നു. പക്ഷേ ഈ വർഷം ഒന്നും അതുപോലും നിലച്ചു. ഇപ്പം തീരെ പറ്റ ഇതായി നിൽക്കുകയാണ്. നമുക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പം എൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസവും 100 രൂപയിലധികം മരുന്നിന് തന്നെ ചിലവഴിക്കണം. പിന്നെ അതുപോലെ വീട്ടു ചിലവുകൾ എല്ലാം വഹിക്കുന്നത് എൻ്റെ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നമുക്കൊരാൾ നേരിൽ കൈ നീട്ടി പോകാനുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കിടക്കുന്നിടത്തൊന്നും ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നത്. ഈ ജോലികൾ ചെയ്ത് ഇപ്പോൾ വളരെ ഇതിലാണ് നിൽക്കുന്നത്. അതൊന്ന് എനിക്ക് പറയാൻ, ഇപ്പോൾ ഈ സർക്കാർ പല കുടുംബശ്രീകൾക്കും ഫണ്ടുകൾ നൽകുന്നുണ്ട്. ഫണ്ടുകൾ നൽകി ഇപ്പോൾ തന്നെ ആറന്മുളം ഫാമിൽ ഒരു ഫണ്ട് നൽകിയിട്ട് അവിടെ കുട നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു പത്രങ്ങളെല്ലാം. പക്ഷേ അത് ഈ കേരളത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് കൊടുത്താൽ, ഈ കേരളത്തിലുള്ള ഭിന്നശേഷിക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ജോലി അടിക്കാനോ ഒന്നല്ല. അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉപജീവിത മാർഗമായിട്ട് ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകും. അത് തന്നാൽ എന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ ഈ കുടുംബശ്രീക്കാർക്ക് കൊടുക്കുമ്പോലുള്ള ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംഘടനയ്ക്ക് അതുപോലെ ഇതുപോലെ കുറേ ആയിട്ട് കത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലെറ്ററുകളൊക്കെ പല ഇതിലോ വോയിസ് ഓഫ് ഡിസേബിളിൻ്റെ ഇതില്ലേ പല മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷകാലത്തിൽ ഞങ്ങൾ ഇതുപോലെ എല്ലാ കത്തുകളും കൊടുത്തതാണ്. ഞങ്ങൾ ഈ സാധനങ്ങൾ വിറ്റുവയ്ക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് മേഖല കണ്ടെത്താൻ സർക്കാരിൻ്റെ രൂപത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ്. അഷ്റഫ്, ഞാൻ അഷ്റഫിലേക്ക് തിരികെ വരാം. ഒരല്പസമയം കൂടി തുടരാം. ഞാൻ KS ശബരിനാഥനിലേക്ക്. ശബരിനാഥൻ, ലോക്ക്ഡൌൺ കൊണ്ട് വലിയ ദുരിതത്തിലായിരിക്കുന്നു എന്നുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ്. ജീവിതമാണെങ്കിലും ജീവനാണെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോകണം, രണ്ടും വേണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഈ നിയന്ത്രണങ്ങളിൽ ഏത് രീതിയിൽ ഇളവ് വരുത്തും എന്നുള്ളതൊരു ചോദ്യചിഹ്നം കൂടിയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ നമുക്കൊപ്പം ചേരും. അതിൻ്റെ ഒരു ആരോഗ്യപരമായ കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുമായിരിക്കും. പക്ഷേ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അത് നിർബന്ധിതമായിട്ട് സംസ്ഥാനം അതിലേക്ക് വന്നുപെട്ടതാണ്. അത് ആരും തിരഞ്ഞെടുത്ത ഒരു ഓപ്ഷൻ അല്ല.
അപ്പോൾ സ്വാഭാവികമായും ഈ രീതിയിലുള്ള മറുവശത്ത് വലിയ ദുരിതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഈ ഒരു ലോക്ക്ഡൗൺ കാരണവും കോവിഡ് കാരണവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് നേരത്തെ സംസാരിച്ച അഷ്റഫിനെ പോലത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും പലയിടത്തും പോകുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് നിത്യവൃത്തിക്കുള്ള പണമില്ല എന്നുള്ളതാണ്, ഒരു വാസ്തവമാണ്. അപ്പം ഇന്ന് തന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എൻ്റെ കോ പാനലിസ്റ്റായ ശ്രീജൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് കേരളത്തിൽ ഏകദേശം 73 ലക്ഷം ആളുകൾ ഇത്തരത്തിൽ കോവിഡിൻ്റെ ഒരാഘാതം ദിവസവേതനക്കാരടക്കം, നമ്മുടെ ഓട്ടോ തൊഴിലാളികളടക്കം, നമ്മുടെ കോൺട്രാക്ട് പണിക്ക് പോകുന്ന ആളുകൾ, അഷ്റഫിനെ പോലത്തെ ആളുകൾ, ഭിന്നശേഷി ആളുകളടക്കം ഏകദേശം 3 കോടി മലയാളികൾ, 73 ലക്ഷം ആളുകൾക്കും നേരിട്ട് ഈ തൊഴിലില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു സാമ്പത്തിക ഇമ്പാക്റ്റ് തന്നെ ശ്രീജൻ്റെ ലേഖനപ്രകാരം ഒരു 10,000 കോടി രൂപയുടെ വേതനമാണ് ഇത് കാരണം നഷ്ടമാകുന്നത് എന്നുള്ളത് വളരെ പ്രശ്നമുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷവും സർക്കാരും ഒക്കെ ഇനിയും വരുന്ന സമയങ്ങളിൽ എടുക്കേണ്ട ഒരു നിലപാട് നമുക്ക് അപർണ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ് ചെയ്തു പോകണം. നമ്മൾ കോവിഡ് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കോവിഡ് വ്യാപനം കൂടിയ സമയത്ത് ഈ രണ്ടാമത്തെ വേവിൻ്റെ ഒരു ഉച്ചസ്ഥായിലെത്തുമ്പോൾ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും TPR ഒക്കെ ഇരുന്നത് 30-40 അതിൽ നിന്ന് ഇന്നത്തെ റേറ്റ് വരുമ്പോൾ TPR ഏകദേശം 12 ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിവസമുള്ള കേസുകൾ 25,000-ൽ നിന്ന് 30,000-ൽ നിന്നും ഇന്നൊരു 12,000-ലേക്ക് മാറി. അപ്പോൾ കേരളം മുഴുവൻ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ TPR ഉള്ള, രോഗവ്യാപനം കൂടുതലുണ്ട് എന്ന് ഗവൺമെൻറ് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരുപക്ഷെ ഒരു വികേന്ദ്രീകരിച്ചുള്ള ഒരു ലോക്ക്ഡൗണിലേക്ക് പോവുകയായിരിക്കും ഇനിയും കേരളത്തിൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്തരത്തിൽ ഇനി മുന്നോട്ട് പോകുവാൻ ഞാൻ സമ്പദ് വ്യവസ്ഥയും ആരോഗ്യത്തെയും ഒരിക്കലും താരതമ്യം ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എന്തുകൊണ്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അപർണ പറഞ്ഞതുപോലെ ജീവനും ജീവിതവും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള ഭാവിയും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളത്, എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു വികേന്ദ്രീകരിച്ചുള്ള ഒരു ലോക്ക്ഡൗൺ മോഡലിലേക്ക് പോകണം. ഏതൊക്കെ പഞ്ചായത്തുകൾ, ഏതൊക്കെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപനം കൂടുതലുള്ളത് കൃത്യമായ ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. എല്ലാ ദിവസവും മീറ്റിങ്ങുകൾ അത് ചർച്ച ചെയ്യാറുണ്ട്. ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അഷ്റഫിനെ പോലത്തെ ആളുകൾക്ക് കൂടുതൽ ജീവിതം മുന്നോട്ട് പ്രത്യാശയോടെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാറുള്ളത്. ഒറ്റ കാര്യം കൂടെ ശബരി, വളരെ സ്പെസിഫിക് ആയിട്ട് കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച് സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്ന നിർദ്ദേശങ്ങളെല്ലാം പരിപൂർണ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം നോക്കിക്കൊണ്ടാണ് എന്ന് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തുന്ന സഹായ ഹസ്തങ്ങളിൽ, അത്തരം പദ്ധതികളിൽ അതിൽ പരിപൂർണ തൃപ്തിയാണോ ഉള്ളത് പ്രതിപക്ഷത്തിന്? ഒരിക്കലും ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ടൊരു ലോക്ക്ഡൗണിലേക്ക് പോയപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ അല്ലെങ്കിൽ കോവിഡിൻ്റെ 1-ാം വർഷം ഉണ്ടായിരുന്ന പോലത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ റോഡുകൾ അടച്ചിടുന്നുണ്ട്, പോലീസ് വളരെ സജീവമാണ്, കൃത്യമായിട്ടുള്ള പെനാൽറ്റി എല്ലാ സ്റ്റേഷനുകളിലും ആളുകളിൽ നിന്നൊക്കെ ഈടാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ കോവിഡ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഒരു കോണ്ടാക്ട് ട്രേസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 2 വർഷം ഏകദേശമാകുന്നു നമ്മുടെ സിസ്റ്റംസ് എല്ലാം, മെഡിക്കൽ സിസ്റ്റംസും പോലീസ് സിസ്റ്റംസും ഗവൺമെൻറ് സിസ്റ്റംസും ഒക്കെ അതിൻ്റെ ഒരു എല്ലാ തലങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിച്ച് തളരുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൊത്തം ലോക്ക്ഡൗൺ മാറ്റി ഒരു പ്രശ്നമുള്ളിടത്തേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കോണ്ടാക്ട് ട്രേസിംഗ് അടക്കം അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഓഫ് കോണ്ടാക്ട് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തമായി നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ പറഞ്ഞ ഈ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ, ഈ വാക്സിൻ നയത്തിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നം കാരണം വിലപ്പെട്ട സമയമാണ് നമുക്ക് പോയത്. കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ നൽകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഫ്രീ ആയി നൽകിയിരുന്ന വാക്സിനിലേക്ക് ഒരു നിയമം, ഒരു പോളിസി മാറ്റം ഉണ്ടായി. പിന്നെ സ്റ്റേറ്റുകളെല്ലാം അത് വേണ്ടാന്ന് പറഞ്ഞു. ഒരു വിലപ്പെട്ട ഒരു 10-15 ദിവസം അത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് രണ്ടാമത്തെ വ്യാപനം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ, അത് വാക്സിൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ബെഡുകളാണെങ്കിലും കേന്ദ്രവും സർക്കാരും സംസ്ഥാന സർക്കാരും കൂടുതൽ പ്ലാൻ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് എത്താമായിരുന്നു. എനിക്കിവിടെ പറയാനുള്ള ഒരു പ്ലേസ് ഹോൾഡറായിട്ട് വെക്കാനുള്ളത്, നമുക്കിനി ഈ ഒരു ഇപ്പോൾ 2ാമത്തെ വ്യാപനത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി, അതിൻ്റെ പീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ ഒരു വ്യാപനം നമുക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്.
അത് എത്തുന്നതിന് മുമ്പ് നമ്മുടെ മെഡിക്കൽ രംഗം നമുക്ക് കൂടുതൽ ശക്തമാക്കണം. കൂടുതൽ ഓക്സിജനുകൾ, കൂടുതൽ വെന്റിലേറ്ററുകൾ തന്നെ ലഭിക്കാത്ത മരണങ്ങളുടെ എണ്ണം കൂടുതലാണ്. 11,000 മരണങ്ങൾ. എത്ര മരണങ്ങളാണ് നമുക്ക് ഈ ഒരു വെന്റിലേറ്ററുകളും ഓക്സിജനും കിട്ടാത്ത ലഭിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്കില്ല. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഹെൽത്ത് സ്റ്റാഫിനെയും അടുത്ത ഒരു വേവ് എത്തുന്നതിന് മുമ്പ് കൂടുതൽ പ്രാപ്യമാക്കുവാനുള്ള സംവിധാനം അതിലേക്ക് വരാം. അതൊരു ഘട്ടമായിട്ട് തന്നെ ആ ചോദ്യത്തിലേക്ക് വേണം. അത് എത്രത്തോളം പ്രാപ്തമാണ് എന്നുള്ള അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ശബരിനാഥിലേക്ക് വരാം. ശ്രീ ജോർജ് കുര്യൻ, സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് അത് ഒരു വശത്ത് സംഭവിക്കുന്ന ചില ദുരിതക്കാഴ്ചകളുടെ ഒരു നേർക്കാഴ്ചയിൽ ഒരു ഉദാഹരണം കൂടിയാണ് അഷ്റഫിനെ പോലുള്ള ഒരാൾ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന തുടരുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ അത് ആ രീതിയിൽ തന്നെയാണോ തുടരേണ്ടത്? എങ്ങനെയാണ് കാണുന്നത് BJP? ഗവൺമെന്റ് തന്നെ നിർദ്ദേശിക്കണം, സംസ്ഥാന തലത്തിൽ ആണ് തീരുമാനിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാവുന്നത് CPR കുറഞ്ഞ ജില്ലകളില് അയവ് വരുത്താം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ. മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന രീതിയിൽ ആ ജില്ലയിലെ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ ഒരു അവസരമുണ്ട്. പിന്നെ CPR കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ജില്ലകളിൽ മാറ്റാം. ഇക്കാലത്ത് നിയന്ത്രണം വെക്കുമ്പോൾ നിയന്ത്രണത്തിനെതിരായിട്ടുള്ള വികാരം വരും. രോഗം പകരുന്ന അവസരത്തില് നിയന്ത്രിക്കാത്തതിന് എതിരായിട്ടുള്ള വികാരം വരും. രോഗം മുഴുവൻ കാണുന്ന കാര്യമാണ്. കോവിഡിന്റെ സ്വഭാവം അതാണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സംസ്ഥാന സർക്കാർ, എനിക്ക് തോന്നുന്നത് ഈ 16-ാം തീയതിക്ക് ശേഷം ഇവിടെയുണ്ട്, അദ്ദേഹം പറയുമായിരിക്കും ബ്ലോക്ക് പ്രക്രിയ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർക്കാരിനും ആരുടെയും ജീവിതം അതേപടി കൊടുക്കാൻ സാധിക്കില്ല ജനങ്ങൾക്ക്. 130 കോടി ഇന്ത്യയിൽ അത് സാധ്യമല്ല. ചെറിയ സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ TV, ഞാൻ വളരെ പെട്ടെന്ന് താങ്കൾക്ക് തിരിച്ചു വരാം. ആ TVയുടെ വോള്യൂം കൊണ്ടുകൂടിയാണ് കേൾക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു വന്ന ആ പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോക്ക്ഡൌൺ ഇനിയും തുടരണോ? ഈ രീതിയിൽ ലോക്ക്ഡൌൺ ഇനിയും തുടരണോ? ജൂൺ 23 വരെ ലോക്ക്ഡൌൺ തുടർന്നേക്കുമെന്നുള്ള സൂചനകൾക്കിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഡിബേറ്റ്. ആരോഗ്യ മേഖല, കോവിഡ് കർമ്മസമിതി അടക്കമുള്ളവർ ഈ വിഷയത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉപദേശിക്കുന്നതും കരുതുന്നതും ലോക്ക്ഡൌൺ ഇതേ അളവിൽ ഇനിയുള്ള ദിവസങ്ങളിലും തുടരണം എന്ന് തന്നെയാണോ? അല്ല, ഇവിടെ ഒരു കാര്യപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ TPRന്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ വേറെ പ്രശ്നം എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ വെന്റിലേറ്റർ നമ്മുടെ ഒരു മാനദണ്ഡമാക്കി വെക്കുന്നത് എന്താ വെച്ചാൽ, വെന്റിലേറ്ററിന് മാനദണ്ഡമാക്കി വെക്കും. സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് വെന്റിലേറ്റർ, അങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള കണക്കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുക. ഇന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആകെയുള്ള 150 വെന്റിലേറ്ററാണ്. അതായത് കോവിഡ് ജാഗ്രതാ പ്രോട്ടോക്കോളാണ്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 350 വെന്റിലേറ്റർ. അപ്പോ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ TPR മാത്രം നോക്കിയാൽ പോരാ, പേഷ്യന്റ് സീരിയസ്നെസ്സും മെഡിക്കൽ ഫെസിലിറ്റീസ് അവിടെ എത്ര അവൈലബിൾ ഉണ്ടെന്ന് നോക്കണം. ഇന്ന് ഞാൻ കണ്ടതില്ല, ഞാൻ ഇന്നത്തെ കോവിഡ് ജാഗ്രത നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും വെന്റിലേറ്റർ ഓൾമോസ്റ്റ് കിട്ടുന്നില്ല, 0 ഓൾമോസ്റ്റ്. അതായത് 4-5 വെന്റിലേറ്റർ മാത്രമേ കാലിയായിട്ട് കിടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോ TPRനെ കൊണ്ട് മാത്രമായിട്ടില്ല കാര്യം. രണ്ടാമതൊരു കാര്യം വരുന്നത്, നമ്മളിങ്ങനെ വലിച്ചു നീട്ടുന്നതിനെ കൊണ്ട്, അങ്ങനെയുള്ള ഒരു ടാക്ടിക്സ് ആണ് വലിച്ചു നീട്ടാന്ന് പറയുന്നത്. നമ്മൾ ആ വലിച്ചു നീട്ടുന്നത് കൊണ്ട് ഇപ്പോ ഡൽഹിയും അല്ലെങ്കിൽ മഹാരാഷ്ട്രയും ഗുജറാത്തൊക്കെ വേവ് കഴിഞ്ഞു പോയി. നമ്മുടെ ഇപ്പോഴും വേവ് തുടരുകയാണ്. ഈ 13,000 12,000 TPR 30-40 എന്നൊക്കെ താഴത്തോട്ട് പോകുന്നുണ്ടോ. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് മൂന്നാമത്തെ വേവിൽ ലയിക്കുമോ എന്ന് ചില ശാസ്ത്രജ്ഞന്മാർക്ക് ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ. ശ്രീ മറ്റൊന്നും കൂടെ, ഒരു ചെറിയൊരു സാങ്കേതിക വിഷയങ്ങൾ താങ്കളിൽ വന്നിരിക്കുന്നത്, അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ശ്രീജനിലേക്ക് കൂടി ഞാൻ എത്താം. അതിന് മുന്നിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടയിൽ ഞാൻ അഷ്റഫിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം, അഷ്റഫ്, ലോക്ക്ഡൌൺ ഒരുപക്ഷെ നീട്ടിയേക്കും എന്നുള്ളൊരു സൂചനകളുണ്ട്, അല്ലെങ്കിൽ ചില ഇളവുകൾ. അപ്പോൾ ചില ഇളവുകൾ നൽകിക്കൊണ്ട് നീട്ടുക, കാരണം മറ്റ് സമൂഹത്തിലുള്ളവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരിയുടെ വിഷയമുണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള വാക്സിനേഷൻ ഉറപ്പാക്കുക. ആ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ സംഘടന നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യമാണ്. അതെല്ലാം കൃത്യ രീതിയിൽ നടന്നിട്ടുണ്ടോ, അതോ അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയാണോ? ആ വിഷയങ്ങൾ കൂടെ എന്താണ് അഷ്റഫിന് പറയാനുള്ളത്? ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഗൂഗിൾ മീറ്റ് വഴി ഒരു ഇത് നടത്തിയ പ്രകാരം ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇപ്പോഴും മരുന്നില്ലാത്തത് കൊണ്ട്
ഭിന്നശേഷിക്കാരുടെ വീടുകളിൽ വീട്ടിൽ കിടപ്പിലായ ഭിന്നശേഷിക്കാരുടെ വീട്ടിൽ മരുന്നെത്തിയിട്ടില്ല. ഇഞ്ചക്ഷൻ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ എന്നെ 35ഓളം കേസുകൾ എന്നെ വിളിച്ചു, നിങ്ങൾ ഡോസ് എടുത്തോന്ന് വെച്ചിട്ട്. എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവരെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഡോസ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ആശാ വർക്കർ വിളിച്ച് പറയുന്നു ഇപ്പോൾ ഡോസില്ല, ഇനി മരുന്ന് വന്നിട്ട് മാത്രമാണ് ഫസ്റ്റ് ഇഞ്ചക്ഷൻ തരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങളെ ഭിന്നശേഷിക്കാർക്ക് ഒരു ഇതെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലോക്ക്ഡൌൺ നീട്ടുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില ഇളവുകൾ നൽകിക്കൊണ്ട് നീട്ടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക പരിഗണന നിങ്ങളുടെ വിഭാഗത്തിന് കൂടി നൽകുക, അത്തരം അതായത് ഈ മുടങ്ങിക്കിടക്കുന്ന കച്ചവടം പുനരാരംഭിക്കുന്നത് അടക്കമുള്ള ചില വിഷയങ്ങൾ അതും കൂടിയാണ് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത് ഇപ്പോൾ, അല്ലേ? ഞങ്ങൾക്ക് ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മുമ്പിൽ വെക്കാനുള്ളത് ഇത്ര, ഞങ്ങളെ ഈ ഭിന്നശേഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒന്നെങ്കിൽ സർക്കാർ പല മേഖലകളിലും പല കുടുംബശ്രീൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ പോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സർക്കാർ പല മാർക്കറ്റുകളുണ്ടല്ലോ, അവിടെ വെച്ച് വിൽക്കാനുള്ള ഒരു അനുഭവം എല്ലാ ജില്ല തോറും ഉള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തരണോ എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സർക്കാരിനോട് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി അഷ്റഫ്. തീർച്ചയായും അഷ്റഫ്, വളരെ നന്ദി. വോയിസ് ഓഫ് ഡിസേബിൾഡിന്റെ ഭാരവാഹി കൂടിയാണ് അഷ്റഫ്. വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങൾ. ഞാൻ മറ്റു അതിഥികൾ വരുന്നതിന് മുമ്പ് ശ്രീ കെ എസ് ശബരിനാഥൻ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം കൂടി ഇതിനകത്ത് ചോദിച്ചു കൊള്ളട്ടെ. അതായത് നേരത്തെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു നിർത്തിയത് അദ്ദേഹം മുഴുമിപ്പിച്ചില്ല, പക്ഷേ കൃത്യമായ രീതിയിൽ അത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധം, നിയന്ത്രണങ്ങളില്ലെങ്കിൽ നിയന്ത്രണങ്ങളില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ആദ്യ തരംഗത്തിലെടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ലോ സ്ട്രാറ്റജി സർക്കാർ എടുക്കുന്നത് ഒരുപക്ഷെ അത് കാരണമായിരിക്കും. അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും. അതുകൊണ്ടുകൂടിയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ അഭിപ്രായം പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യമൊട്ടാകെയും ഈ കോവിഡ് നിയന്ത്രണം ഉണ്ട്, ഈ വിഷയങ്ങൾ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതുകൊണ്ടുകൂടിയാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ അത് ആവശ്യപ്പെടാം, ഏത് രീതിയിലാണ് ആ ഒരു റെസ്ട്രിക്ഷൻസ് ഇളവ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കണക്കുകൾ കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് വേണം. കഴിഞ്ഞ രണ്ടാം തരംഗത്ത് 24 ഡോക്ടർമാർ കേരളത്തിൽ മാത്രം കോവിഡിന്റെ സെക്കൻഡ് വേവിൽ മരിച്ചു എന്നാണ് കണക്കുകൾ. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിങ് പ്രശ്നം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയപരമായി എന്ത് ആവശ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും പ്രതിപക്ഷത്തിന്? അല്ല, ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിലോ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ലോക്ക്ഡൗൺ ആസ് എ സ്ട്രാറ്റജി, ഇപ്പം ലോകാരോഗ്യ സംഘടന പോലും WHO പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട്, ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള സമയങ്ങളിൽ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണെന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം, ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ ഒരു അവസാനത്തെ ആയുധമായിട്ടാണ് സർക്കാരുകൾ ലോക്ക്ഡൗൺ എടുക്കേണ്ടതെന്നാണ് WHO തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുമ്പോൾ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ ഒരു തീവ്രത, ഈ ഒരു രോഗത്തിൻ്റെ ഒരു തീവ്രത കുറയുന്നതനുസരിച്ച് മാറ്റണം എന്നുള്ളത് സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അതിലേക്ക് പോകേണ്ടത്. ഇതിലേക്കൊരു രാഷ്ട്രീയം കടത്തിവിടുന്നില്ല. പക്ഷേ സർക്കാരുകൾ ചെയ്യേണ്ടത് ഈ ഒരു രോഗത്തെ ശമിപ്പിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ കോവിഡ് 2ാം പീക്ക് തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരോടും പറഞ്ഞിരുന്ന കാര്യം എന്താണ്, മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിൽ ഓക്സിജന് ക്ഷാമമില്ല, ബെഡുകൾക്ക് ക്ഷാമമില്ല, നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം വളരെ ശക്തമാണ്. പക്ഷെ അത്രയും ശക്തമായിട്ടുള്ള ആരോഗ്യ സംവിധാനമുള്ള കേരളത്തിൽ പോലും ആളുകൾ വെന്റിലേറ്ററുകൾക്ക് വേണ്ടിയും ഓക്സിജൻ ബെഡുകൾക്ക് വേണ്ടി ഇപ്പോഴും രാത്രി വിളിക്കാറുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ അടക്കമുള്ള ആളുകൾ അത് സംബന്ധിച്ചതുമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ക്ലിയർ ചെയ്യണം. ഈ കഴിഞ്ഞ ഒരു വർഷം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമ്മുടെ ഈ ഒരു ആരോഗ്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാനം ചെയ്തില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ, കുറ്റപ്പെടുത്തുകയല്ല. ഇത്രയും തീവ്രമായി ഓക്സിജന്റെ ആവശ്യം വരും നമ്മൾ കണ്ടില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 100-150ഓളം ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നെട്ടോട്ടം ഓടുകയാണ്. അടുത്ത ഒരു വലിയ തീവ്രതയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ, മെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടർമാർ, വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈ സ്പീഡിലേക്ക് ആ ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ഗവൺമെന്റ് ഡെലിവറി നടപ്പിലാക്കുവാൻ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചിരിക്കണം. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ TPR അതിൻ്റെ ഒരു അളവുകോൽ മാത്രമാണ്. TPR ഉണ്ടെങ്കിലും എത്രയോ ആളുകൾ ഇപ്പോൾ കോവിഡിന്റെ മരണങ്ങൾ തന്നെ നിയമസഭയിൽ ചർച്ച ചെയ്തതാണ്. കോവിഡ് പിടിച്ചതിന് ശേഷം ഒരുപക്ഷെ 10 ദിവസം കഴിഞ്ഞ് മരണപ്പെടുന്ന ആളുകളുടെ കണക്ക്
കണക്കുകളിലേക്ക് വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ 11,000 മരണങ്ങൾ എന്നുള്ളത് ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള കോവിഡ് മരണങ്ങൾ അതിൽ കൂടുതലാണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണക്കുകളുണ്ടെങ്കിൽ സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു TPR മാത്രം അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ നിൽക്കാതെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള കാര്യങ്ങളിലൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ മൂന്നാമത്തെ വേവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലെ പറഞ്ഞതുപോലെ തന്നെ അത് കൂടുതൽ തീവ്രമായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സങ്കീർണതകൾ കൂടുതലാണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് രാഷ്ട്രീയം നോക്കാൻ ഇപ്പോഴേക്കും പോകണം. പക്ഷേ ഒരു ഫോർകാസ്റ്റിങ്ങും ഒരു പ്ലാനിങ്ങും ഗവൺമെന്റുകൾ രണ്ടാം വേവിൽ ചെയ്തില്ല. അതെന്തായാലും ആ ഒരു തെറ്റായ നിലപാട് ഈ മൂന്നാമത്തെ വേവ് വരുമ്പോൾ ഉണ്ടാകില്ലെന്ന് മാത്രം ഇപ്പോൾ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ തിരികെ വരാം. ശ്രീജൻ ബാലകൃഷ്ണൻ, കോവിഡിന്റെ വലിയൊരു ഡേഞ്ചർ സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ ആരോഗ്യം, നേരത്തെ കെ ശബരിനാഥ് പറഞ്ഞ പോലെ ആരോഗ്യ മേഖല അതിനെ ഇനിയൊരു തേർഡ് വേവ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ പര്യാപ്തമാണോ? ഈ രണ്ട് ചോദ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് താങ്കളുടെ തന്നെ ലേഖനത്തിൽ നിന്ന് പറയുന്ന പ്ലാനിംഗ് ബോർഡിനെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ആ വിഷയം വന്നിരിക്കുന്നത്. 73 ലക്ഷം പേരുടെ ജീവിതം വഴിമുട്ടിയെന്ന കണക്കുകൾ വരുമ്പോഴും ഇതിനെ മറികടക്കാൻ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഡേഞ്ചർ സോൺ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് TPR പ്രതിഫലിക്കണ്ടേ? അതുണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ കൃത്യമായി ആരോഗ്യ മേഖല പ്രാപ്തമാണോ? ഓക്സിജൻ ക്ഷാമം, വാക്സിനേഷൻ കൗണ്ടറുകൾ പോലും വാക്സിൻ ഇല്ലാത്ത വിഷയങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ലോക്ക്ഡൌൺ അവസാനിപ്പിക്കുക? അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് എങ്ങനെയാണ് കടക്കുക? ഇതില് ഈ വിഷയങ്ങള് രണ്ടായി കണ്ട് വിലയിരുത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, ഇപ്പോൾ നമ്മൾ പറയുന്ന കണക്ക് 1,27 ലക്ഷം പേര് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതില് 73 ലക്ഷം പേരെങ്കിലും ലോക്ക്ഡൌൺ കാരണം വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എത്രയാത്ത ദിവസമായി? 38 ദിവസമാവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം. അത് ആർബിട്രറി ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ഇത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇപ്പൊ ആരും എന്നോട് ദേശീയ തീർക്കണം സസ്പെൻഡ് ചെയ്തതാണെന്നല്ല ഞാൻ ഇവിടെ ആരോപിക്കുന്നത്. ഞാൻ പറയുന്നത് അതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം എനിക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. കാരണം വളരെ സങ്കീർണമായ ഒരു രോഗാവസ്ഥയിലൂടെ സമൂഹം കടന്നു പോകുമ്പോൾ സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ ചില കടുത്ത നടപടികൾ വേണ്ടിവരും. അതിലൊന്നാണ് ഈ ലോക്ക്ഡൌൺ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ അപ്പോൾ തന്നെ എന്റെ നഷ്ടമായ വേതനം അല്ലെങ്കിൽ എനിക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വരുമാനം ഉറപ്പുവരുത്താനുള്ള എന്ത് നടപടിയാണ് ഇവിടുത്തെ ഭരണകൂടം സ്വീകരിക്കുന്നതാണ് ചോദ്യം. നിങ്ങൾ അടച്ചിട്ടോളൂ, 1 മാസമോ 2 മാസമോ 3 മാസമോ അടച്ചിട്ടോളൂ. ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വേതനം, സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വേതനം കാർഷിക രംഗത്താണ്. കാർഷിക രംഗത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിദിന വേതനം എന്ന് പറയുന്നത് 570 രൂപയാണ്. തൊഴിൽ നഷ്ടമാകുന്ന ഒരാൾക്ക് അയാളുടെ ഇപ്പോഴത്തെ വരുമാനം നിങ്ങൾ മറന്നേക്കും. ഏറ്റവും കുറഞ്ഞതായ ആ വരുമാനം ഉറപ്പ് നൽകാനുള്ള ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ടോളൂ. അതില്ല. അതിനെപ്പറ്റി നമുക്ക് ചിന്തയേ ഇല്ല. നമ്മൾ പറയുന്നത് എന്താ, ഒരു മാസത്തിലേക്ക് നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്നുള്ള 450 രൂപയോ 530 രൂപയുടെ അടുത്തുള്ള ഒരു കിറ്റ് വരുന്നുണ്ട്. 5 പേരാണോ 6 പേരാണോ വീട്ടിലൊന്നും നോക്കുന്നില്ല. ആ കിറ്റ് കൊണ്ട് കഴിയണമെന്നാണ് പറയുന്നത്. അത് തീർത്തും ജനവിരുദ്ധവും മനുഷ്യാവകാശ വിരുദ്ധവുമായ ഒരു നടപടിയാണ്. നിങ്ങൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം തന്നേ പറ്റൂ. പിന്നെ ഈ രോഗത്തിന്റെ കാര്യം, ഇപ്പൊ രോഗത്തിന്റെ കാര്യം ഫസൽ ഗഫൂർ സാറും പറഞ്ഞു. TPR മാത്രം രീതിയിലല്ല രോഗത്തിന്റെ കാര്യം കാണേണ്ടത്. ഇപ്പൊ ഈ TPR ഇപ്പൊ ഇന്ന് 12 കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നടക്കുന്ന ടെസ്റ്റിങ്ങിന്റെ പാറ്റേൺ നോക്കിയാൽ എന്താ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ രോഗമുള്ള ആളുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, അതായത് ജലദോഷം, പനി തുടങ്ങിയ സംശയമുള്ള രോഗമുള്ള ആൾക്കാര്, ഇവര് മാത്രമായിട്ടാണ് പോയി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ലക്ഷണമുള്ള ആൾക്കാരിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ കോവിഡ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ലോക്ക്ഡൌൺ പോലുള്ള സ്ട്രാറ്റജി നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? സാമൂഹിക വ്യാപനം എന്നൊരു വിപത്തിനെ നേരിടാനാണ് ലോക്ക്ഡൌൺ ഉപയോഗിക്കേണ്ടത്. സാമൂഹ്യ വ്യാപനം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ റാൻഡം ടെസ്റ്റിംഗ് നടത്തണം. സമൂഹത്തിൽ എത്രമാത്രം ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയണം. എല്ലാ വിഭാഗം ആൾക്കാരിലും ടെസ്റ്റിംഗ് അത്തരം ഒരു ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇതുപോലെ ഹൈ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക്ഡൌൺ കൊണ്ടുവരുന്നതിന് ന്യായമുണ്ട്. ഇപ്പൊ ലക്ഷണമുള്ള ആൾക്കാരെ മാത്രം പോയി ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ TPR കൂടുതലാണ്, അതുകൊണ്ട് ഈ നമ്മൾ എല്ലാവരും അടച്ചിരിക്കണമെന്ന് പറയുന്നതിൽ ഒരു അനീതിയുണ്ട്. അതാണ് എന്റെ തീർച്ചയായും. ശ്രീജൻ, ഞാൻ തിരികെ വരാം. ഒരു ചെറിയ ടൈം ബാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് മറ്റു രണ്ടുപേരിലേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക വിഷയമാണ്. ജോർജ് കുര്യനിലേക്കും ശ്രീ ഫസൽ ഗഫൂറിലേക്കും കൂടി വളരെ പെട്ടെന്ന് വരാം. ഏതായാലും ഇതിനകത്ത് റാൻഡം ടെസ്റ്റിംഗ് നടത്താതെ TPR മാത്രം എങ്ങനെയാണ് ആശ്രയിക്കുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ശ്രീജൻ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഒപ്പം പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണങ്ങളും വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൌൺ ഉണ്ടാകുന്ന ദുരിതങ്ങൾ
അതായത് 2 മാസത്തെ കടവാടക, കറണ്ട് ബില്ല്, വീട്ടു ചെലവ്, ബാങ്കിലെ കടങ്ങൾ, പ്രത്യേകിച്ച് മൊറട്ടോറിയം പോലും എഴുതി തള്ളിയ സാഹചര്യം കൂടിയാണ്. ഇതെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ വരാം വളരെ പെട്ടെന്ന് ചെറിയ ഇടവേള. പറഞ്ഞത് മുഴുമിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട വിഷയം, ഇത്തരം നിയന്ത്രണങ്ങൾ ഇനിയും വേണോ എന്നുള്ളൊരു ചോദ്യം ആരോഗ്യ മേഖല കണക്കാക്കുന്നുണ്ടോ? ആ ചോദ്യം ആയിരുന്നു നേരത്തെ ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നടപ്പാക്കി വരുന്ന നിയന്ത്രണങ്ങളുടെ അശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ലോക്ക്ഡൌൺ ഉത്തരവുകൾ ഇറക്കുന്നു, ജനപ്രതിനിധികളോട് പോലും കൃത്യമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം ശക്തമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങണമെങ്കിൽ 20 പേരെ മാത്രം വിളിക്കാൻ പറ്റുന്ന കല്യാണ കത്തുമായിട്ട് വേണം ഷോപ്പിങ്ങിന് ഇറങ്ങണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം വരുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഒരു വശത്ത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടതാണ്, ഒരു ദിവസം ലോക്ക്ഡൌൺ നിയന്ത്രണം കൊടുക്കുന്നു, ഏത് രീതിയിലുള്ള തിരക്കുമാണ് ഉണ്ടായതെന്നുള്ളത്. ഇതിൽ ഒരു അശാസ്ത്രീയ വശമുണ്ടോ? അതോ കേന്ദ്രത്തിന്റെ പ്രോട്ടോകോൾ അതേപടി ഇവിടെ പാലിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? ഇതിലൊരു റിവിഷൻ വരുത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നല്ല അതിന്റെ ഇഷ്യൂ. കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻ പ്രകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ എനിക്കും തന്നെ ഒന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ പുറകിൽ ഇറങ്ങിപ്പോയതാ. പുറത്ത് നമുക്കന്ന് നിയന്ത്രണങ്ങൾ ഇല്ലാത്തൊരു ദിവസം, അന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ അവിടെ ഉണ്ട് നടക്കാവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കും ഇടിയാണ് നടക്കുന്നത്. അപ്പൊ ഈ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, അവർക്ക് യാതൊരു തരത്തിലുള്ള അച്ചടക്കം അവർ കീപ്പ്. അപ്പൊ ആ അച്ചടക്കം ഇല്ലായ്മയും കൂടെ ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്കുള്ള ഒരു പേടിപ്പെന്നവരോ ലോക്ക്ഡൌൺ അങ്ങോട്ട് പിൻവലിച്ചാല് ഇപ്പൊ തുടങ്ങും ജനത്തിന്റെ തിരക്ക്, അവിടെ പോക്ക് ഇവിടെ പോക്ക്, വെറുതെ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്. ഞാൻ തമാശ പറയാം, അമ്മാവനെ കാണാൻ പോക്ക്, മൂത്താപ്പനെ കാണാൻ പോക്ക്, ഇളാപ്പനെ കാണാൻ പോക്ക്, വെറുതെ ചുമ്മാ എന്നെ കറങ്ങി അടിച്ചിട്ട്. അപ്പൊ ഒന്ന്. രണ്ടാമത്തെ ചോദ്യത്തിന് നല്ലൊരു പ്രസക്തി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇതിനെ പറ്റിയിട്ടില്ല. അതിന്റെ പ്രശ്നം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങളുടെ മാതിരി കോവിഡ് രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഞങ്ങളെ ഞങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു 150 പേഷ്യൻസ് അങ്ങാണ് ഞങ്ങളുടെ ഉണ്ട് ഇപ്പോ കോവിഡ് ബാധിച്ചിട്ടുള്ള. ആ കോവിഡ് ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ജനപ്രതിനിധിയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ജനപ്രതിനിധികൾ ഉണ്ടാവുമ്പോഴും ചില കുഴപ്പങ്ങൾ ഉണ്ടാവും. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആ ഒരു വശം നമ്മൾ കാണാതിരിക്കരുത്. അവരാരെങ്കിലും കൂട്ടിക്കൊണ്ടുവരിക. ഇപ്പൊ തന്നെ എന്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് വെന്റിലേറ്റർ അയാൾ കൊടുക്കുന്ന ഹോട്ടലൊക്കെ ചിലർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇല്ല, ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പൊ വെന്റിലേറ്ററിലോട്ട് ഏത് പേഷ്യന്റ് പോകണം എന്ന് തീരുമാനിക്കുന്നതിന് സെറ്റപ്പ് ഉണ്ട്. അത് ലിമിറ്റ് പോലുള്ളതിന് ഇടപെടാൻ പറ്റൂല. അത് കാറ്റഗറി തിരിച്ചിട്ടാണ്. ഈ കാറ്റഗറിയിലുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് രോഗം മൂർച്ഛിച്ചാൽ അത് അറിയിക്കണം. അറിയിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചിട്ടാണ് കാസ്റ്റ് പ്രകാരം. ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ പറഞ്ഞ കാരുണ്യ പദ്ധതി പ്രകാരം പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അതിന്റെ ബില്ല് പാസ്സാക്കുമ്പോൾ പോലും ഏത് ബില്ലാണെന്നുള്ളതൊക്കെ വളരെയധികം അതൊക്കെ ശാസ്ത്രീയമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ടെസ്റ്റ് പോസിറ്റിവിറ്റി മാറിയിട്ട് ഞാൻ പേഴ്സണൽ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ അമ്മയുടെ സ്വന്തം സഹോദരന്റെ ചെറിയ മകൻ, അതായത് എന്നെക്കാട് 25 വയസ്സ് കുറഞ്ഞ പയ്യൻ, ആ പയ്യൻ ടെസ്റ്റ് പോസിറ്റിവിറ്റി നെഗറ്റീവ് ആയി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് വെന്റിലേറ്ററിൽ മരിച്ചത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. എറണാകുളം, തിരുവനന്തപുരത്ത് ഇന്ന് ഞാൻ കോവിഡ് ഖേദിക്കുന്നു. ചില സാങ്കേതിക വിഷയങ്ങൾ കൂടി പരിഹരിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു വരുന്ന വാലിഡ് പോയിന്റുകളിലേക്ക് എത്താൻ. ശ്രീ ജോർജ് കുര്യൻ, നേരത്തെ താങ്കൾക്ക് മുഴുമിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു ബാലൻസിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കി വരുന്ന കാര്യമാണ് കോവിഡ് നിയന്ത്രണങ്ങൾ. അപ്പോൾ TPR അനുസരിച്ചിട്ട് ചില മേഖലകളിൽ ഇളവ് വരുത്തുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക, ആ രീതിയിലാണ് പറഞ്ഞു വന്നത്. അപ്പോഴും പ്രധാനപ്പെട്ട ഉയർന്ന വിഷയം, ഇതിൽ ആകെയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് കാലാകാലത്തോളം കോവിഡ് റെസ്ട്രിക്ഷൻ അല്ല, ഒരു മാസ് വാക്സിനേഷൻ പൂർണ്ണമാക്കുക എന്നുള്ള കാര്യമാണ്. മാസ് വാക്സിനേഷനും പൂർണ്ണമാക്കണം. കോവിഡ് പ്രോട്ടോകോളിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഇത് രണ്ടും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഹലോ, അതെ, ആദ്യം പറയട്ടെ, നമ്മുടെ വാക്സിനേഷൻ ഇന്നത്തെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് ഒരു കാരണവശാലും 3ാം വേവിന് മുമ്പ് 50% ആൾക്കാരെങ്കിലും നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ എന്റെ അടുത്ത് കണക്കുള്ള അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ആകെ 4% ആൾക്കാർക്കാണ്. 4% എന്ന് പറഞ്ഞ എണ്ണത്തിൽ ഞാൻ പറഞ്ഞത്. ഹലോ, ഫസൽ ഗഫൂറാണ് സംസാരിക്കുന്നത്. വീണ്ടും ആ സാങ്കേതിക, ഞാൻ താങ്കൾക്ക് വരാം. ചെറിയൊരു സാങ്കേതിക വിഷയം, അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലെ കൃത്യമായിട്ട്?
ഇത് ഞാൻ പറഞ്ഞതൊന്ന് ആ അത് ഡോക്ടർ ഫസൽ കപൂർ മറുപടി പറയേണ്ടതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 4.5 ആണ്, 4.5 മൊത്തത്തിലുള്ളത്. കേരളത്തിൽ അത് 12.25 ആണ്. ഡൽഹിയിലും അതുപോലെ തന്നെ UP-യിലും ഒക്കെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയ്ക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് കേരളത്തിൽ കുറയുന്നില്ല? നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നു. അത് കണ്ടെത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞു. ലോകത്ത് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് അമേരിക്കയ്ക്കൊക്കെ തന്നെ തുല്യമായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കോവാക്സിൻ 3ാമത്തെ ട്രയല് ആ സമയത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴിവിടെ പലരും എതിർത്തു. ഇത് മോഡി വാക്സിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തവരുണ്ട്. അങ്ങനെ ജനങ്ങളില് ചിന്താക്കുഴപ്പമുണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയം കയറി വരും, അപ്പൊ കുഴപ്പമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് 15 ദിവസം പോയി എന്ന് പറയുന്നതിന് ചില രാഷ്ട്രീയ നേതാക്കന്മാര് ജനങ്ങളെ പിന്തിരിപ്പിച്ചു. മാത്രമല്ല ജനങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ തയ്യാറല്ലായിരുന്നു ആദ്യ ഒരു ഘട്ടത്തില്. പിന്നെ ഇത് പടർന്നു പിടിച്ച അവസരത്തിലാണ് വാക്സിന് വേണ്ടി ആൾക്കാർ ഓടുകയും വലിയ ക്യൂ ആകുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത് പരസ്പരം വഴിചാരിയിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് നടപടികൾ എടുത്താലും മ്യൂട്ടേഷനിലൂടെ ഈ കൊറോണ വേറെ രൂപത്തിലേക്ക് മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയുന്ന സ്ഥലങ്ങളിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. ഈ സംസ്ഥാനം ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ അത് പ്രാദേശിക തലത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ആദ്യം ജില്ലാ തലത്തിലേക്ക് മാറണം. അതിനുശേഷം പഞ്ചായത്ത് തലത്തിലെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് നോക്കണം. അല്ല എങ്കിൽ ഒരു സർക്കാരിനും, ലോകത്തുള്ള ഒരു സർക്കാരിനും ജനങ്ങള് അവരുടെ വരുമാനത്തിലൂടെ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ സാധിക്കില്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുകയാണ്. തൊഴിലിന്റെ മാത്രമല്ല, ഒരുമിച്ച് കൂടാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19 അതെല്ലാം ഹനിക്കുകയല്ലേ? അതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അത് കേരളത്തിൽ കുറയുന്നേ ഇല്ല, വളരെ സ്ലോ ആണ്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ രീതി. വീണ്ടും ഡോക്ടർ ഫസൽ ഗഫൂർ മറ്റുള്ളവർക്ക് വരുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, ആ ഉന്നയിച്ച ചോദ്യമുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരോഗ്യ മേഖലയിലുള്ള ഉത്തരം പറയുന്ന ഒരു വിഷയം. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കും ഒരു വിഷയം, ഇത് ഈ റാൻഡം ടെസ്റ്റിങ്ങിലുള്ള TPR അല്ല എന്നുള്ളത് ഒരു വശത്ത്. അതല്ലാതെയുള്ള TPR പോലും കുറയുന്നില്ല. ഇത്ര കടുത്ത ലോക്ക്ഡൌണിലേക്ക്, മെയ് 8-ന് ലോക്ക്ഡൌണിൽ പോയ സംസ്ഥാനമാണ്. ഇപ്പോഴും മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കർണാടകം, അത് കഴിഞ്ഞാൽ കേരളം. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിത കേസുകൾ ഇപ്പോഴും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം. തുറക്കണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ തുറക്കാനാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് TPR നിരക്ക് കുറയുന്നില്ല? ഇത്രയും റെസ്ട്രിക്ഷൻസ് കൊണ്ട് പോലും TPR നിരക്ക് കുറയുന്നില്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസിന് ഫലമില്ല, അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് നടപ്പാക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ള വഴിയിലില്ല എന്ന് വിലയിരുത്തിയാൽ അത് തെറ്റാകുമോ? ഒരു സ്ട്രാറ്റജി അല്ല. ഒരിക്കൽ സംഭവിക്കുന്നത് എങ്ങനെ വെച്ചാൽ പെട്ടെന്നൊരു വേവ് ആയിട്ട് വരാം, അവിടെ ചികിത്സ കിട്ടുന്നില്ല, ഹൈപ്പോക്സി കാരണം പേഷ്യൻസ് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ രോഗം കാരണം മരിച്ചു പോകുന്നു. പക്ഷെ പെട്ടെന്ന് വേവ് താഴത്തോട്ട് വരുന്നു. അതാണ് ഒരു മെക്കാനിസം. പക്ഷെ കേരളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വലിച്ചു നീട്ടുക എന്നൊരു സ്ട്രാറ്റജിയാണ്. വലിച്ചു നീട്ടുക എന്ന് പറയുമ്പോൾ അപ്പം മരണത്തിന് എണ്ണ ഭയങ്കരമായിട്ട് കുറയും. കാരണം നമ്മളിപ്പോൾ ഞാൻ പറയാം, ഒരു മാസത്തേക്ക് നമുക്ക് 1000 ബെഡ് വേണമെന്ന് വിചാരിച്ചു. ഒരാഴ്ചയിൽ 1000 ബെഡും മാസത്തിൽ 1000 ബെഡും നമ്മൾ വ്യത്യാസമുണ്ട്. ആഴ്ചയിൽ 1000 ബെഡ് വേണമെന്ന് പറഞ്ഞാൽ 4000 ബെഡ് വേണം. ഇപ്പൊ ഇവിടെ നമുക്ക് 1000 ബെഡ് കിട്ടുന്നു. അപ്പൊ വലിച്ചു നീട്ടുക എന്നൊരു പ്രോസസ് ആകുമ്പോൾ തീർച്ചയായിട്ടും TPR ഒക്കെ താഴത്തോട്ട് വരാനായിട്ട് സമയമെടുക്കും. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടുന്ന അങ്ങനെയല്ല. എത്ര മരണം ഉണ്ടാവുന്നുണ്ട്, ആ മരണത്തിൽ തന്നെ എത്ര പേര് പ്രായം കൂടിയവരും മറ്റുള്ള രോഗങ്ങളുള്ളവരാണ്, എത്ര പേരാണ് ചെറുപ്പക്കാർ മരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിതിന്റെ ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ചെറുപ്പക്കാരുടെ എണ്ണം എപ്പോഴും മരിക്കുന്നത് വളരെ കുറവാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ഒരു 100 മരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 10-15 ചെറുപ്പക്കാർ മരിച്ചതായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സ്വന്തം കസിൻ ബ്രദർ മരിച്ച കാര്യം ഞാൻ പറഞ്ഞു. അപ്പോ അത്തരത്തിൽ ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പോൾ ഇനിയും കുറച്ചും കൂടെ നീട്ടി വലിച്ച് വൈകി പോയിരിക്കും. അപ്പൊ മറ്റേതിന്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറെ പേര് മരിക്കുന്നു, പെട്ടെന്ന് ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുന്നു. അപ്പൊ വാക്സിനേഷൻ അല്ല വരുന്നത്, ഹേർഡ്. ഇവിടുത്തെ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇപ്പൊ പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു നീട്ടുന്നുണ്ടെങ്കിലും വാക്സിൻ ഇല്ല.
ഇപ്പൊ ഞങ്ങളുടെ വാക്സിൻ സെന്ററിൽ തന്നെ 1.5 മാസമായിട്ട് വാക്സിൻ കിട്ടാനില്ല. പക്ഷെ ആ വാക്സിൻ പണം കൊടുത്തുകൊണ്ട് വലിയൊരു എമൗണ്ടിന് പുറത്ത് കിട്ടാനുണ്ട്. കോഴിക്കോട് തന്നെയുള്ള വലിയ ആശുപത്രിയിൽ, പെരിന്തൽമണ്ണയിലുള്ള വലിയ ആശുപത്രിയിൽ പണം കൊടുത്തുകൊണ്ട് ആ വാക്സിൻ കിട്ടാണ്ട്. അവിടെയാണ് ഈ സ്ട്രാറ്റജിയുടെ ഫെയിലിയർ വരുന്നത്. അപ്പൊ ആ നിലക്ക് വാക്സിനേഷൻ, എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ 2 രീതിയാണ്. ഒന്ന്, വാക്സിനേഷന്റെ ഇത് തോത് കൂട്ടാനല്ല. ഇപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാക്സിനേഷന്റെ തോത് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷനാണ് നമ്മൾ എടുക്കുന്നുള്ളൂ എന്നുള്ള നിലക്ക്. അപ്പൊ അതിന് ഇമ്പോർട്ട് ചെയ്യണം. വാക്സിൻ ഇമ്പോർട്ട് ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. അത് കേന്ദ്ര സർക്കാർ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ വൈകി നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഇന്ന് ടുഡേ GST കുറച്ചിരിക്കുന്നു. എന്തിനാണ്? മോണോക്ലോണൽ ആന്റിബോഡിക്കും അതേമാതിരി തന്നെ നമ്മുടെ ഈ ഫംഗസിന്റെ ആംഫോടെറിക്സിനും കൊടുക്കുന്നത്. അതായത് ഞങ്ങൾ മ്യൂക്കോർമൈക്കോസിസ്, ഞങ്ങൾ ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കുന്നു. അതേമാതിരി എല്ലാ സാധനങ്ങൾക്കും നമ്മുടെ ഇതിനുള്ളത് മറ്റേ പൾസോം ഓക്സിമീറ്ററിനും അങ്ങനെ എല്ലാത്തിനും ഇപ്പോഴാണ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് GST കൗൺസിൽ കൂടിയിട്ടൊക്കെ അതിനുശേഷമായിട്ട് അതിന്റെ ടാക്സ് കുറക്കുന്നത്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നേരത്തെ ഇനിയിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉന്നയിക്കേണ്ട കാര്യമാണ് ഇത് കുറക്കണം എന്നുള്ളത്. അപ്പൊ അത്തരത്തില് ഇത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ജനസാന്ദ്രത ഉള്ള ഒരു സംസ്ഥാനമാണ്. നഗരവും ഇതും കൂടെ തമ്മിൽ, പട്ടണവും തമ്മിൽ, ഗ്രാമവും തമ്മിൽ ബന്ധമില്ലാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. ഇത് ബീഹാറോ UPയോ മഹാരാഷ്ട്രയായിട്ടൊന്നും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇത് ബോംബെ ആയിട്ട് താരതമ്യം, കേരളത്തിനെ മൊത്തം വേണമെങ്കിൽ ബോംബെ ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം, ഡൽഹി ആയിട്ട് താരതമ്യപ്പെടുത്താം. പക്ഷെ അവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ നമ്മൾ ചിലപ്പോൾ ഈ നീട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അതിനൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഏതായാലും നമ്മുടെ ജീവിത നിലവാരമൊക്കെ മറ്റുള്ള ബീഹാറോ UPയോ രാജസ്ഥാൻ മധ്യപ്രദേശിനെക്കാട്ടൊക്കെ മുകളിലാണ്. നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് അതിനേക്കാളും മുകളിലാണ്. അപ്പൊ കുറച്ചും കൂടെ നമ്മൾ ക്ഷമ കാണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, കെ ശബരിനാഥ്, ലോക്ക്ഡൌൺ ഈ സാഹചര്യത്തിലാണെങ്കിൽ ലോക്ക്ഡൌൺ ഇനിയും നീട്ടേണ്ടി വരുമെന്ന് കൂടിയാണ് ഫസൽ ഗഫൂർ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്രയും വലിയ ലോക്ക്ഡൌണിലും എന്തുകൊണ്ട് TPR കുറയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം ചെറുപ്പക്കാരുടെ മരണനിരക്ക് കുറച്ചുകൊണ്ടുള്ള ഒരു വലിച്ചു നീട്ടൽ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി കൂടുതൽ ക്ഷമ വേണ്ടിവരും. പക്ഷേ കൂടുതൽ ക്ഷമ വേണ്ടി വരുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യ മേഖല സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തെറ്റാണ് എന്നുള്ളത് അതിനർത്ഥം വരുന്നില്ലല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ എനിക്കൊരു അഡീഷൻ ആയിട്ടുള്ളത്, നമ്മൾ ശരിക്കും ഈ കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഈ 14 ജില്ലകളിലെ 1000-ഓളം ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും ഈ രോഗവ്യാപനം കൂടുതലായിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് തന്നെ ഗവൺമെന്റിന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ പറയുന്ന 1000 പഞ്ചായത്തുകളിൽ ഏകദേശം ഒരു 250-300 പഞ്ചായത്തുകൾ, ഇപ്പൊ എന്റെ കയ്യിലുള്ളത് TPRന്റെ ഡേറ്റ മാത്രമാണ്. ഒരു TPR ഡേറ്റ ക്രമാതീതമായി ഇന്ന് കേരളം 12-ൽ നിൽക്കുമ്പോൾ 20-25 കൂടുതൽ ശതമാനം TPR ഉള്ള ഒരു 200-250 അടുപ്പിച്ച് പഞ്ചായത്തുകളുണ്ട്. ഈ 250 പഞ്ചായത്തുകളിൽ ഒരു ഭൂരിഭാഗവും തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കൊച്ചി തുടങ്ങിയ ജില്ലകളിലൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഇതിൽ ശ്രീജനം പറഞ്ഞതുപോലെ TPR മാത്രം ഒരു യാഡ് സ്റ്റിക്ക് ആക്കല്ല. പല ആളുകളും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 12% എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിന്റെ യഥാർത്ഥ TPR അല്ല. ഈ രോഗമുള്ള ആളുകളൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് 20 ആവുകയാണെങ്കിൽ ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്ന ആ തീരുമാനത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇതിൽ എല്ലാ ആളുകളും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണെങ്കിൽ അതൊരു യഥാർത്ഥ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ശ്രീജൻ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ഈ ലോക്ക്ഡൌൺ നീട്ടിവെക്കണം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വികേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അൺലോക്കിലേക്ക് നമ്മൾ പോയിക്കൂടാ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. ഏതൊക്കെ ജില്ലകളിൽ, ഏതൊക്കെ പ്രദേശങ്ങളിൽ, ഇപ്പോൾ എനിക്ക് തന്നെ തിരുവനന്തപുരത്തിന് ഒരു പ്രദേശം അറിയാവുന്നത് കൊണ്ട് ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ ശതമാനമുള്ളതെന്നുള്ളതറിയാം. ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ റിസോഴ്സസ് ഒപ്റ്റിമലായിട്ട് ഈ പ്രദേശങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമാണ് ഡോക്ടർ ജോർജ് കുര്യൻ പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യത്തെ മൻ കി ബാത്തിൽ പറഞ്ഞു അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ഇന്ത്യയിൽ വാക്സിനേഷൻ, കോവിഡ് അല്ല മറ്റു വാക്സിനേഷൻ കൂടിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കണക്കാണ്. ഇന്ത്യയുടെ വാക്സിനേഷൻ കവറേജ് 1947 മുതൽ നമ്മൾ 2014 വരെ നോക്കുമ്പോൾ കൃത്യമായ കണക്കുകളുണ്ട്. പോളിയോ അടക്കം, ഹെപ്പറ്റൈറ്റിസ് അടക്കമുള്ള പല രോഗങ്ങൾക്കുമുള്ള വാക്സിനേഷൻ കവറേജ് ലാസ്റ്റ് 15 വർഷം കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. ഇന്ത്യയുടെ
വാക്സിനേഷൻ നയം പരാജയപ്പെട്ടു എന്ന് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് ഈ നയം മാറ്റുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആ നയം പരാജയപ്പെട്ടത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 15 ദിവസം, ഒരു 2 ആഴ്ച വാക്സിൻ പോളിസിയിലുള്ള സംശയങ്ങൾ, സ്റ്റേറ്റിന് വാക്സിൻ കിട്ടുന്നില്ല, സെൻട്രൽ നൽകുന്നില്ല, പണമായിട്ടുള്ള വിഷയങ്ങൾ, പ്രൊക്യൂർ ചെയ്യുന്ന വിഷയങ്ങൾ, ഇമ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങൾ, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വാക്സിൻ നയം പരാജയപ്പെട്ടത് കൊണ്ട് ഒരു വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഗോൾഡൻ ഒരു പീരിയഡ് നമ്മൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. അതിനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനെയാണ് വിശദമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ശ്രീജൻ ബാലകൃഷ്ണൻ, നേരത്തെ വരാൻ കഴിഞ്ഞില്ല സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ഖേദിക്കുന്നു. എങ്കിലും 2 വിഷയങ്ങളാണ്. ഒന്ന്, TPR തുടർന്ന് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഇതേ ലോക്ക്ഡൌൺ പാറ്റേൺ എന്ന്? അതിനുള്ള ഉത്തരമാണ് ഡോക്ടർ ഫസൽ ഗഫൂർ നൽകിയത്. കേരളം സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് വലിച്ചു നീട്ടുക എന്നുള്ളൊരു പ്രോസസ്സാണ്. സ്വാഭാവികമായും ചെറുപ്പക്കാരുള്ള മരണനിരക്ക് ഉയരാതെ നോക്കാൻ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് TPR ഈ രീതിയിൽ തന്നെ സ്റ്റഡി ആയിട്ട് പോവുകയാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി ക്ഷമിച്ചിരിക്കേണ്ടതായ ബാധ്യതയുണ്ട്. കുറച്ച് സമയങ്ങൾ കൂടി ഈ ലോക്ക്ഡൌൺ നീട്ടേണ്ടതായ സാഹചര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത്, ജനമാണ് തീരുമാനിക്കേണ്ടത്. ജനത്തിന് ക്ഷമ കാണുമോ? തുറന്നാൽ എന്താണ് സംഭവിക്കുക? ഈ കഴിഞ്ഞ 1ാം തരംഗത്തിന് ശേഷം തുറന്നിട്ടപ്പോൾ ഏത് രീതിയിലാണ് ജനങ്ങൾ, പല സാഹചര്യങ്ങളും ഏതെല്ലാം രീതിയിലാണ് ജനങ്ങൾ പുറത്തു വന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയിലുള്ള തിരക്ക് കൂടി ഉദാഹരണം എടുത്തുകൊണ്ടാണല്ലോ പറയുന്നത്. ഈ 2 വിഷയങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ സ്ട്രാറ്റജി, അത് നമ്മുടെ ഈ ഡിലൈഡ് പീക്ക് ആൻഡ് ഡിലൈഡ് ഡൗൺ, ആ ഒരു സാധനം നമ്മൾ കുറെ നാളായിട്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ്. സത്യത്തിൽ നമ്മുടെ കേസ് ഫാറ്റാലിറ്റി റേറ്റ് ഇപ്പോഴും 0.4 താഴെ 0.38 0.39 ഒക്കെ നിൽക്കുന്നത് ഇത്തരം ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നം നമ്മുടെ എക്സ്ട്രീം സ്റ്റെപ്പാണ്. ഇപ്പൊ നിങ്ങൾ ഈ മാർച്ച് 12 43,000 ഡെയിലി കേസസ് ഉണ്ടായിരുന്ന സ്റ്റേറ്റില് ഇന്ന് 12,000 ഡെയിലി കേസസേ ഉള്ളൂ. മാർച്ച് 14 4,43,000 ആക്റ്റീവ് രോഗികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 1,23,000 ആക്റ്റീവ് രോഗികളേ ഉള്ളൂ. ഇന്നത്തെ കേരളത്തിലെ വെന്റിലേറ്റർ ഓക്കുപ്പൻസി എന്ന് പറയുന്നത് 1,219 ആണ്. ഇന്നത്തെ ICU ബെഡ് 3,009 ആണ്. അപ്പൊ ഇത് 4,000 പുറത്തു പോയ ദിവസങ്ങളുണ്ട് നമ്മുടെ മെയ് 2nd വീക്കിന് ശേഷം. അപ്പൊ ഇത് ഇപ്പോഴുള്ള ട്രെൻഡ്, ഡിക്ലൈനിങ് ട്രെൻഡ് നോക്കിയാൽ ഇനി വരുന്ന ദിവസം നാളെയും മറ്റന്നാളും ഒക്കെ ഈ കണക്കിൽ വീണ്ടും കുറയും. അപ്പൊ ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടോ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വകുപ്പ്, ചെറുതായിട്ടാണെങ്കിലും കുറയുന്ന സാധനമാണ്. അപ്പൊ ഇനി ദിവസങ്ങളിൽ ഇത് കുറയാനാണ് സാധ്യത. അത് നമ്മളുടെ ഈ ലോകം മുഴുവനുള്ള ഇതിന്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ അത് മാറും എന്ന് വിചാരിക്കേണ്ട ഒരു ഘട്ടമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഘട്ടഘട്ടമായി തുറക്കുക എന്നുള്ളതാണ് നമ്മൾ. എന്തുകൊണ്ട് മറ്റേ സൈഡ് എന്താണെന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ബേസിക് മിനിമം വേജസ് എല്ലാവർക്കും തന്നിട്ട് അടഞ്ഞിരിക്കുവാണെങ്കിൽ ഇപ്പോഴൊന്നും തുറക്കണ്ട. കേസ് 0 ആകുമ്പോൾ തുറന്നാൽ മതി, ഞങ്ങൾക്കും കുഴപ്പമില്ല, സുഖമായിരിക്കാം. പക്ഷേ ഇപ്പൊ അത് കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ഉള്ളപ്പോൾ ഇനി നമ്മുടെ നോർമൽ ലൈഫ് പതുക്കെ തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഘട്ടം ഘട്ടമായിട്ട് തുറക്കാം, എല്ലാവരും ഒരുമിച്ച് തുറക്കണ്ട. പിന്നെ ഈ നമ്മൾ എന്താ പറയുക, ക്രൗഡ് കൺട്രോളും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണല്ലോ. അത് നമ്മൾ ഒരിളവും വരുത്തണ്ട, അത് ഇങ്ങനെ തന്നെ പോട്ടെ, ഏറ്റവും കർശനമായിട്ട് പോട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാല്, ഈ നമ്മൾ തുറന്നിട്ടാൽ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് കയറും, അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച, അത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സംഭവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ക്ലാസിക് മിസ്മാനേജ്മെന്റ് ആണ്. കാരണം ആരെങ്കിലും ഒരു മുഴുവൻ ആഴ്ച ലോക്ക്ഡൌൺ നടത്തിയിട്ട് ഒരു ദിവസം എല്ലാം കൂടെ തുറക്കാൻ അനുമതി കൊടുക്കുവോ? അങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ ഒരുമിച്ച് ഇറങ്ങി പോകേണ്ടി വരുന്നത്. നമ്മൾ വളരെ അപ്പൊ ഇത്തരം ഈ സംവിധാനങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു ലോക്ക്ഡൌൺ ആകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഇപ്പൊ ഒരു അവശ്യ സാധനങ്ങൾ കട ഇത്ര മുതൽ ഇത്ര വരെ തുറക്കാവൂ. ഇപ്പൊ 7 മുതൽ ഉച്ച വരെ തുറക്കാവൂ എന്ന് പറയുന്നതിനേക്കാൾ 7 മുതൽ രാത്രി 10 മണി വരെ തുറന്നിരുന്നാൽ അവിടെ ക്രൗഡ് ഉണ്ടാവില്ലല്ലോ, ആളുകൾ വളരെ പതുക്കെ പോയി. പിന്നെ നമ്മളെല്ലാരും പറയും ഈ ശനിയും ഞായറും 2 ദിവസം മാത്രം ആരും പുറത്തിറങ്ങാതെ ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം നിലനിൽക്കും. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ശനിയും ഞായറുമാണ് പോലീസ് ഓഫീസർമാരുടെ എല്ലാം ഓഫ് വരുന്നത്. അപ്പൊ അവർക്ക് ഈ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ആയിട്ട് ഇറങ്ങി ആളുകൾ ഡിപ്ലോയ് ചെയ്ത് തടയാൻ സോഴ്സും ഇല്ല, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ശനിയും ഞായറും മൊത്തം അടച്ചിടുക. ഈ നൈറ്റ് കർഫ്യൂവിന്റെ ഏറ്റവും വലിയ സാധനം ഒന്നാണ്. നൈറ്റ് കർഫ്യൂ രാത്രി കൊറോണ പുറത്തിറങ്ങിയിട്ടാണോ? അങ്ങനെയല്ല, നൈറ്റിൽ പോലീസുകാരില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെ ബ്ലാങ്കറ്റ് ആയിട്ട് നൈറ്റിലായി ഇറങ്ങിയെന്ന് പറയും. ഇതെല്ലാം വെറും തട്ടിപ്പാണ്. ഇതിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ല.
അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു ഭയം ഉണ്ടല്ലോ, മരിച്ചു പോകും എന്നുള്ള ഭയം, അതിനെ ഇവരിങ്ങ് പരമാവധി അങ്ങ് ക്യാപിറ്റലൈസ് ചെയ്യുവാണ്. നമ്മള് ഒരു ഇന്ത്യക്കാരല്ല, നമ്മൾ ഇതിലെല്ലാം പേടിച്ച് ഒതുങ്ങി എല്ലാ ഡിസൈനും മാറ്റി പോകാൻ വേണ്ടിയിട്ട് വളരെ സട്ടിലായിട്ട് ഉപയോഗിക്കുന്ന. തീർച്ചയായും ശ്രീജൻ ബാലകൃഷ്ണൻ. ഡോക്ടർ ഫസൽ ഗഫൂർ, ജോർജ് കുര്യനിലേക്ക് വരുന്നതിന് ഡോക്ടർ ഫസൽ ഗഫൂർ നേരത്തെ പറഞ്ഞ അതേ വിഷയമാണ്. കോവിഡ് പ്രോട്ടോകോൾ നിർദ്ദേശങ്ങളുടെ സ്റ്റുപ്പിഡിറ്റി പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന ചോദ്യമാണ്. ഒറ്റയടിക്ക് തുറന്നിടുക, അതായത് സ്പെയർ പാർട്സ് കട തുറക്കുന്ന ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല, ആ രീതിയിലുള്ള ഇത്തരം പ്രോട്ടോകോളുകളെല്ലാം, ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഒരു റിവിഷന്റെ സമയമായി, ഒരുപക്ഷെ അത് കൃത്യമായി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും. അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് പൂർണ്ണമായും നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണോ അതോ ഒരു സംസ്ഥാന സർക്കാരിനോ? ഇതെവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന നിയന്ത്രണങ്ങളുണ്ടല്ലോ? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു കൃത്യമായ രീതിയിൽ ഒരു ചർച്ച ഇതിനകത്ത് നടക്കുന്നില്ല, ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് ഉത്തരവെന്ന്. അത് വരുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ തന്നെയാണോ ഈ നിർദ്ദേശങ്ങൾ, അതോ അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളാണോ? അല്ലല്ല, അതങ്ങനെയല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ICMR അടക്കം നമ്മുടെ സയന്റിഫിക് അഡ്വൈസർ ഉണ്ട് ഗവൺമെന്റിന്, അവരാണ് ഇതിന്റെ ബേസിക് പ്രോട്ടോകോളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ കുറെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ലോക്കലായിട്ടുള്ള ഇത് വെച്ചിട്ടൊക്കെ അങ്ങോട്ടും കൂടി ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചിരിച്ചതല്ല, ശ്രീജൻ പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കാനുള്ള കാരണം, ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. അതായത് നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരോട് ഒരു സ്ഥലത്ത് പോകാൻ പറയാം, എല്ലാവരോടും ഒരു സമയം പറയാം, നിങ്ങൾ 12 മണിക്ക് അവിടെ എത്തിക്കോ എന്ന് പറയാം. അതിനും പകരം നമുക്ക് 12 to 12 ഇടയിലുള്ള 12 മണിക്കൂറിൽ എത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു. അതേമാതിരി തന്നെ മാളുകൾ അടച്ചിടുന്നു എന്ന് പറഞ്ഞ്, മാള് ഇപ്പൊ അടക്കണമല്ലോ, ഈ ചെറിയ കടയൊക്കെയാണല്ലോ തുറന്നു വെക്കുന്നത്, ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെയാണ് അപ്പൊ തുറന്നു വെക്കുന്നത്. അവിടെ നിന്നാണ് ഈ കൂടുതൽ തിരക്ക് കാണുന്നത്. അല്ല മാളിലല്ല, മാളിലെന്ന് പറഞ്ഞാൽ അവിടെ പോയി വരാനുള്ള ആൾക്കാരൊക്കെ അത് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് പീപ്പിളാണ് അവിടെ പോകുന്നത്. അപ്പൊ മാൾ അടച്ചോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. മാളും സിനിമാ തിയേറ്ററും ഒക്കെ ലാസ്റ്റ് തുറന്നാൽ മതി എന്നുള്ളൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താ പറയുക, ചില കണക്ക് കൂട്ടലുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനത്തിന്റെ മൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള ഒരു കണക്കാണ്. അത് ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകണ്ടേ, അപ്പൊ അത് ആ വഴിയിൽ മൂവ്മെന്റ് ഉണ്ടാവും. അതൊക്കെയാണ് അതിന്റെ കാൽക്കുലേഷൻസ്. അപ്പൊ അതൊന്നും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ല, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും കൂട്ടം കൂടുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യാൻ, അതുകൊണ്ടുള്ള ഹോം ഡെലിവറി ഫുഡിന്റെ പറയുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ശ്രീജൻ പറഞ്ഞ മാതിരി ഇവിടുത്തെ ജനങ്ങൾ. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിക്കാം അതിനിടയിൽ. നമ്മളുടെ അവിടെ, ഞാൻ ഇതൊരിക്കലും വേറെ രീതിയിൽ എടുക്കാൻ പാടില്ല എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ബീഹാറിലെ ലോക്ക്ഡൌണോ രാജസ്ഥാനിലെ ലോക്ക്ഡൌൺ മാതിരിയാണോ കേരളത്തിലെ ലോക്ക്ഡൌൺ? കാരണം ബീഹാറിലെ 5000 രൂപ 6000 രൂപയുടെ മാസം അവിടെ കിട്ടുന്നത്, ഇവിടെ നേരത്തെ 15000 18,000 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ പൊതുവെ തന്നെ ഹെൽത്ത് വൈസും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ലോവസ്റ്റ് കാസ്റ്റ് ക്ലാസ്സിനായിട്ടോ ഞാൻ പറയുന്നത്, ഏറ്റവും ലോവസ്റ്റ്. ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഐക്കൂറ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അത് ഒരു മീനുണ്ട്, അത് 1000 രൂപ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് മാർക്കറ്റില്. ഇപ്പൊ നമ്മുടെ പുറത്തുനിന്ന് ഗുഡ്സ് ഇതെന്താ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് അനബ്ഷാഹി ഗ്രേപ്പ് വായിച്ച് 500 രൂപ ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ അതും നമ്മള് നോർത്ത് ഇന്ത്യയിലെ ഗവൺമെന്റുകളുടെ ബുദ്ധിമുട്ടുകളും ഇതും കൂടെ താരതമ്യപ്പെടുത്താൻ പാടില്ല. കാരണം എന്തായാലും ഒരു കാര്യം ശ്രീ ജോർജ് കുര്യൻ അതിനുള്ള മറുപടി കൂടി ഒരു വശത്ത് ആ പറഞ്ഞു നിർത്തിയത്. ഒപ്പം തന്നെ ഈ കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസുകൾ ഏറെ വിമർശനമുണ്ട്. സ്വാഭാവികമായും അതിലൊരു റിവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഭാരം കുറഞ്ഞേക്കാം. കാരണം ഇനിയും ലോക്ക്ഡൌണിലേക്ക് തന്നെ പോകാനാണ് തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും നീട്ടാനാണ് തീരുമാനമെങ്കിൽ അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ടത് അതിലുള്ള റിവിഷൻ തന്നെയായിരിക്കും. അതിനുള്ള ഉത്തരവ് നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതിലെ സാങ്കത്യമില്ലായ്മ. ആദ്യമായിട്ട് ഈ മരണത്തിന്റെ നിരക്ക് ഇനി അത് നമ്മൾ പറയണോ? കാരണം 11,000 ആൾക്കാർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. UP-ൽ 21,000 ആൾക്കാരാണ്. അതുപോലെ മധ്യപ്രദേശിലെ 8,500 ജനസംഖ്യാനുപാതികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം കേരളത്തിലല്ലേ? ഒരുപക്ഷെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ വയസ്സ് കൂടിയ ആൾക്കാരുടെ എണ്ണം കേരളത്തിലാണ്. അതും കൂടെ കണക്കെടുക്കണം. നമ്മളിവിടെയൊക്കെ മരിക്കുന്നത് 80 വയസ്സ് 85 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് മരിക്കുന്നത്. ഞങ്ങൾ സ്ഥിരം കാണുന്നോണ്ട് പറയണം. ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ വേവിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി കേരളത്തിലത് 77, 76, 77 ആണ്. അതേസമയം ഞാൻ ബീഹാർ എക്സാമ്പിൾ എടുക്കണം, ബീഹാറിൽ 62 ആണ്. അപ്പൊ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും രോഗങ്ങൾ കൂടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടിയ സ്ഥലം കേരളമാണ്. അതാണോ കേരളത്തിലെ മരണനിരക്ക് കൂടാനുള്ള ഒരു കാരണം? ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ പഠനമൊന്നും എന്റെ കയ്യിലില്ല. മരണനിരക്കിന്റെ കാര്യത്തിൽ ഇനി അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരുപക്ഷെ മഹാരാഷ്ട്രയും ഡൽഹിയും കർണാടകയും ഒക്കെ കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ളത് കേരളത്തിലാണ്. ഇനി വലിച്ചു നീട്ടുകയാണെങ്കിൽ വീണ്ടും മരണനിരക്ക് കൂടുകയായിരിക്കും അതിന്റെ ഫലം. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്.
വേറൊന്ന് പറഞ്ഞത് ഇറക്കുമതി ചെയ്യണമെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും കയറ്റുമതി ചെയ്യരുത്, ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും വാക്സിൻ കൊടുത്തിട്ടേ കയറ്റുമതി ചെയ്യാവുള്ളെന്നാ പറഞ്ഞത്. മറ്റു രാജ്യങ്ങളും അങ്ങനെയാണല്ലോ, അതിനനുസരിച്ചല്ലേ നമുക്ക് കിട്ടുള്ളൂ. അല്ല ഇന്ത്യക്കാർ മുഴുവൻ കൊണ്ടുപോക്കുള്ളൂ. കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത് അതുകൊണ്ട് കൊടുത്തോളാൻ അമേരിക്കക്കാരനും റഷ്യക്കാരനും ഒന്നും പറയില്ലല്ലോ. അവിടുത്തെ ഒരു രാജ്യത്തും, അവിടുത്തെ ഇസ്രായേലാണ് പറയുന്നത്. ഇസ്രായേൽ എത്ര 90 ലക്ഷം ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. അവിടെ മാത്രമാണ് അത്രമാത്രം വാക്സിനേഷൻ നടന്നത്. മനുഷ്യ സാധ്യമായിട്ടുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇറക്കുമതി ഇന്ത്യ തീർച്ചയായും ഞാൻ സമയപരിമിതി കൊണ്ടാണ് അവസാനമാണ് അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ശ്രീ ജോർജ് കുര്യൻ കടന്നത്. സമയപരിമിതി അതിനകത്തൊരു പ്രശ്നമാകുന്നു. സ്വാഭാവികമായും അങ്ങോട്ടും മുൻപോട്ടുമുള്ള ആക്ഷേപങ്ങളല്ല നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ടാണ് വലിയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാതിരുന്നത്. ലോക്ക്ഡൌൺ നീട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് സൂചന തന്നെയാണ് കോവിഡ് കർമ്മസമിതി അംഗം കൂടിയായ ഡോക്ടർ ഫസൽ ഗഫൂറിൽ. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ ഗൈഡ് ലൈൻസ് അടക്കമുള്ളവയിൽ എത്രത്തോളം റിവിഷൻ വേണ്ടിവരും, സാധാരണക്കാർക്ക് കൂടുതൽ സാമ്പത്തിക സഹായം, നേരത്തെ ശ്രീജൻ അടക്കമുള്ള ഉദ്ദേശം പോലെ കയ്യിലേക്ക് ഇപ്പം തന്നെ പണം എത്തുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം അത് ഏർപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അതിന് വളരെ ചുരുങ്ങിയ സമയമാണ്. പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നുകൊണ്ട് കൂടിയാണ് അതിഥികളിലേക്ക് കൂടുതൽ സമയം കടന്നു വരാൻ കഴിയാതിരുന്നെങ്കിലും വളരെയധികം നന്ദി. കെ എസ് ശബരിനാഥൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ജോർജ് കുര്യൻ, ഒപ്പം ശ്രീജൻ ബാലകൃഷ്ണൻ. പ്രൈം ഡിബേറ്റിൽ ന്യൂസ് 18 പൂർണ്ണമാകുന്നു.